ഹായ് വെൽക്കം ടു SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മുടെ പാർട്ട് 25 ആണ് ഇത്. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്ന ദിവസം ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. വരായിരിക്കുന്ന SSC CGL അതുപോലെ തന്നെ SSCയുടെ ബാക്കിയുള്ള എക്സാംസിന്റെ പ്രിപ്പറേഷന് വേണ്ടി, അതുപോലെ റെയിൽവേയുടെ ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ്. സോ അതിന് വേണ്ടി അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ നേരത്തെ നോക്കിയതിന്റെ റിമൈനിങ് നമ്മുടെ CGL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിൽ ഫൈൻഡ് ദി മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ 25 ആൻഡ് 225. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇതുവരെ കണ്ടു. അപ്പം എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ക്വസ്റ്റൻ ആണ് ഇത് എന്നുള്ളത് നിങ്ങൾക്കിപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസും ഏരിയാസ് കൂടി നല്ലപോലെ ഐഡന്റിഫൈ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുന്ന ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ബി സ്ക്വയർ ഈക്വൽ ടു AC എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബി ഈക്വൽ ടു ബി എന്ന് പറയുന്നതാണ് മീൻ പ്രപ്പോർഷൻ. സോ മീൻ പ്രപ്പോർഷൻ ഈസ് ഈക്വൽ ടു A ഇൻറ്റു C എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. മീൻ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് A ഈസ് ടു B പ്രപ്പോർഷണൽ ടു B ഈസ് ടു C എന്നുള്ളതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മീൻ എന്ന് പറയുന്നത് ഈ ഒരു B ആണ്, ആൻഡ് എയും സിയും ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ആ ഒരു രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് A ആണ് ആൻഡ് ഇത് C ആണ്. സോ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു ബിയുടെ വാല്യൂ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, റൂട്ടിൻ്റെ അടിയിൽ അത് രണ്ടും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റൂട്ട് ഓഫ് 25 ഇൻറ്റു 225. അപ്പോൾ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റൂട്ട് എടുക്കുന്നേക്കാളും എളുപ്പമാണ് ഇവിടെ വെച്ച് തന്നെ റൂട്ട് എടുക്കുന്നത്. സോ 25യുടെ റൂട്ട് എത്രയാണ്? 5 ആണ്. ആൻഡ് 225യുടെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 15 ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 15 എത്ര വരും? നമുക്ക് 75 എന്ന് വരും. സോ നമ്മുടെ മീൻ പ്രപ്പോർഷൻ ആ ഒരു ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 75 ആണ്. സോ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ആൻഡ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ കൂടിയാണിത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തതൊരു ആവറേജിന്റെ ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റിന്റെ ഇന്നിങ്സിന്റെ ആവറേജിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇൻ 9 innings ഓഫ് ക്രിക്കറ്റ് ദി ആവറേജ് ഓഫ് എ ബാറ്റ്സ്മാൻ ഈസ് 58 റൺസ്. 9 ഇന്നിങ്സിൽ ഒരു ബാറ്റ്സ്മാന്റെ ആവറേജ് എന്ന് പറയുന്നത് 58 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും? 9 ഇൻറ്റു 58 ആയിരിക്കും ടോട്ടൽ എന്ന് പറയുന്നത്. ഇപ്പൊ ആവറേജ് 58 ആണെങ്കിൽ 9 ഇന്നിങ്സിന്റെ ടോട്ടൽ 9 ഇൻറ്റു 58. ഇനി അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? ഹൗ മെനി റൺസ് ഡസ് ഹി നീഡ് ടു ടേക്ക് ഇൻ ദി 10th innings ടു ഗെറ്റ് ദി ആവറേജ് സ്കോർ 61. അപ്പൊ എന്താ പറയുന്നത്? ഇത് 9 എണ്ണത്തിന്റെ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി 10ാമത്തെ ഒരു ഇന്നിങ്സ് ഉണ്ടെങ്കിൽ അതിൽ എത്ര റൺ എടുത്താൽ മൊത്തം ആവറേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പം വന്ന 10ാമത്തോട് ചേർത്തുള്ള മൊത്തം 10 ഇന്നിങ്സിന്റെ ആവറേജ് എത്ര വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 61 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാം. വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്നിങ്സ് ഇപ്പം 10th ഇന്നിങ്സ് നമുക്ക് ആ 10th ഇന്നിങ്സിൽ എത്ര റൺസ് എടുത്താൽ 61 കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു മീൻ ഡീവിയേഷൻ ആ ഒരു രീതിയിലൊക്കെ ഉള്ള മെത്തേഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ, ലോജിക്കലായിട്ട് ഈവൻ പറഞ്ഞാൽ പോലും നമ്മുടെ ഈ 10ാമത്തെ ഇന്നിങ്സിൽ ഇവിടെ 61 വരണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തായാലും 61 വരണം. ഓക്കെ, അപ്പോൾ എച്ചിന്റെ വാല്യൂ 61 അല്ല, ഇവിടെ എന്തായാലും 61 വരണം. ഓക്കെ, അത് കൂടാതെ നമുക്ക് എന്തും സംഭവിക്കണം. ഇവിടെ നേരത്തെ എത്ര ആയിരുന്നു? 58 ആയിരുന്നു. അപ്പൊ ആ 58 എന്താവണം? 61 ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 58 61 ആവണമെങ്കിൽ എത്ര എണ്ണം കൂടുതൽ വേണം? 58 കഴിഞ്ഞാൽ 59 60 61 3 കൂടുതൽ വേണം. അതിന്റെ എത്ര വട്ടം വേണം? നമുക്ക് 9 എണ്ണത്തിന്റെ അല്ല വേണ്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9 എണ്ണത്തിന് 3 വെച്ച് കൂടുകയും വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ റിലേഷൻ യൂസ് ചെയ്യുന്നതിന് വളരെ പെട്ടെന്ന് എടുക്കാം. അത് സോൾവ് ചെയ്യുന്നതിന് പകരം നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഒരുപാട് വലിയ നമ്പേഴ്സ് ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ കുറെ സമയം എടുക്കും. പക്ഷേ ഇത് നോക്കിക്കേ, ഇപ്പൊ നമുക്കവിടെ എത്രയാണ് ഈ പറയുന്ന കൂടുതൽ വേണ്ടിയത്? നേരത്തെ ഉണ്ടായിരുന്നതിന് 3 എണ്ണം കൂടുതൽ വേണം. എത്ര എണ്ണത്തിന് വേണം? 9 എണ്ണത്തിന് വേണം. ഇത് കൂടാതെ ഇപ്പൊ 10ാമത്തേലും എത്ര വേണം? 61 വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം കൂടി ഒന്ന് പ്ലസ് ചെയ്താൽ മതി. 3 × 9 27 പ്ലസ് 61. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7 + 8 അവസാനം 8 വരുന്നതാണ് ആൻസർ. സോ ഓപ്ഷനിൽ A ആണ് നമ്മുടെ ആൻസർ. നമ്മൾ ഫുൾ ഈവൻ പ്ലസ് ചെയ്യാൻ പോലെ നിൽക്കില്ല. ഈവൻ ദോ സ്മോൾ വാല്യൂസ് ആണെങ്കിൽ പോലും എക്സാം എന്നുള്ളത് പ്ലസ് ചെയ്യാൻ നിൽക്കില്ല. ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അത് വെച്ച് ആദ്യമേ മാർക്ക് ചെയ്യാൻ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു സോൾവ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം. ഇപ്പോൾ 60 70 80 ആൻഡ് 7 + 1 8 88 ആണ് ആൻസർ. പക്ഷേ 88 എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എഴുതി പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതും സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 88 തന്നെ ആൻസർ കിട്ടും. സോ നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ എടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൺവെൻഷനലി ഒന്ന് എഴുതിയിട്ട് അതിൽ എന്താണ് കൂട്ടേണ്ടത്, എന്താണ് കുറയ്ക്കേണ്ടത് എന്നൊരു ആംഗിളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡീവിയേഷൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഈ ഒരു ഡീവിയേഷൻ മെത്തേഡ് ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അടുത്ത ദിവസത്തിലേക്ക് പോകാം നമുക്ക്. അടുത്തൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹33,000 എ മാൻ ഗെയിൻസ് 10%. അപ്പോൾ
ഒരു ആർട്ടിക്കിളിനെ 10% ഗെയിനിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 100 ഉണ്ടായിരുന്നത് 110% വിൽക്കുക എന്ന് പറഞ്ഞത് 10% ഗെയിൻ അല്ലേ. അപ്പം 110%ലാണ് വിൽക്കുന്നത്. വിൽക്കുമ്പോൾ എത്രയിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് 33,000 വിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 33,000 വിൽക്കുമ്പോഴാണ് ആ 10% പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു 100 + 10% പ്രോഫിറ്റ് 110% കിട്ടുന്നത്. ഇനി ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ 20% പ്രോഫിറ്റ് കിട്ടാൻ എത്രയിൽ വിൽക്കണമെന്ന് ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വിൽക്കുന്ന എത്രയിലായിരിക്കും? 120 വിൽക്കണം. 100 രൂപയുടെ സാധനം. അങ്ങനെയാണെങ്കിൽ ആ 120 കിട്ടാൻ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളത് ഫുള്ള് എഴുതി സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. സോ കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. ഇവിടെ 11 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 33 വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 11 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 33 വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ താഴെ നമുക്ക് 12 എന്ന് പറയുന്നത് എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം 12 ഇൻറ്റു അതേ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 12 ഇൻറ്റു 3 36 എന്ന് വരും. പിന്നെ റിമൈനിങ് 3 zeros. സോ ആൻസർ 36,000 എന്ന് വരും. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 110% കാണുമ്പോൾ അല്ലെങ്കിൽ 10% കൂടിയ വാല്യൂ ആണ് ഇത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആ 30,000 എന്നുള്ള വാല്യൂ ആണ് ശരിക്കുള്ള നമ്മുടെ CP എന്നുള്ളതൊന്ന് ഓർമ്മ വരുവാണെങ്കിൽ നമ്മുടെ 30,000ന്റെ 10% എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 3,000 കൂടി ചേർന്നിട്ട് 33,000 വരുന്നത്. നിങ്ങൾക്ക് അതൊന്ന് ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. അതർവൈസ് പിന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ കമ്പയർ ചെയ്യാം. മാക്സിമം ഫോർമുലാസ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓൾജിബ്ര അല്ലെങ്കിൽ ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻ ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ എയും ബിയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. ചോദിക്കുന്നത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2ABC/9. അപ്പോൾ 2ABC/9 അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം അതിലേക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 ഇൻറ്റു എയുടെ വാല്യൂ -12 ഇൻറ്റു ബിയുടെ വാല്യൂ -6 ആൻഡ് സിയുടെ വാല്യൂ 18 ആൻഡ് ഹോൾ ഡിവൈഡ് ബൈ 9. നമുക്ക് ഇനി ഒന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മൈനസും ക്യാൻസൽ ആയി പോകും. പ്ലസ് ആവും. 9ഉം 18ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഇൻറ്റു 12 ഇൻറ്റു 6 ഇൻറ്റു 2 ആണ് അവിടെ ഉള്ളത്. സോ നമുക്കിവിടെ 2 ഇൻറ്റു 2 4 വരും. ഇവിടെ 12 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 6 ആണ്. സോ അതിൽ നിന്ന് ഒരു 2 കൂടി ഇനി പുറത്തെടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 നമുക്കിവിടെ 8 എന്ന് വരും. ആൻഡ് ഇവിടെ ഒരു 6 ഉണ്ട്. നമ്മുടെ 12 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 6. സോ ആ ഒരു 6ഉം ഈ ഒരു 6 കൂടി ചേരുമ്പോൾ 36 എന്ന് വരും. സോ 8 ഇൻറ്റു 36 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇനി ഒന്ന് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 8 ഇൻറ്റു 6 അല്ലെങ്കിൽ 6 8 48 എന്ന് വരും. സോ അങ്ങനെ ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? 8 ആയിരിക്കണം. ആൻഡ് ആൻസർ പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ മാത്രമേ പോസിറ്റീവ് ആൻഡ് യൂണിറ്റ് ഡിജിറ്റിൽ 8 ഉള്ളൂ. ഏത്? ബി മാത്രം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? 288 എന്ന് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ 8 ഇൻറ്റു 36 ചെയ്യുകയാണെങ്കിൽ 8 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 240 എന്ന് വരും. ആൻഡ് 8 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് 48 എന്ന് വരും. സോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 288 എന്ന് വരും. ഓക്കെ. സോ 288 ആൻസർ. ക്ലിയർ? ഇപ്പോൾ ആ ഒരു മെത്തേഡ്സ് അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കാൽക്കുലേഷൻസും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഒരു മെൻസുറേഷൻ്റെ ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ഓഫ് an equilateral triangle with side 6 units shown in the following figure. A circle of radius 1 unit is centered at the midpoint of the side of the triangle. അപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന ഷെയ്ഡഡ് പോർഷൻ ആണ് ചോദിക്കുന്നത്. ഇതിന്റെ ഓരോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് 3 സൈഡും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അത് കൂടാതെ നമുക്ക് ഇതാണ് ഇതിന്റെ സെന്റർ പോയിന്റ്. സോ ഇവിടുത്തെ റേഡിയസും തന്നിട്ടുണ്ട്. റേഡിയസ് 1 ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? √3/4 a² ആണ്. പക്ഷേ നമുക്കിവിടെ ആ ട്രയാങ്കിൾ മൊത്തം വരുന്നില്ല. ആ ട്രയാങ്കിളുടെ എത്രയേ വരുന്നുള്ളൂ? പകുതിയേ വരുന്നുള്ളൂ. ഈവൻ പകുതിയും വരുന്നില്ല എന്നിട്ട് താഴെ പിന്നെയും കുറച്ച് പോർഷൻ ആ സർക്കിൾ കാരണം പോകുന്നുണ്ട്. നമുക്ക് അത് മാറ്റാം. പക്ഷെ ആദ്യമേ നമുക്ക് ഈ ട്രയാങ്കിൾ മൊത്തം വേണ്ട. ട്രയാങ്കിളിന്റെ എത്ര മതി? പകുതി മതി. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളുടെ ഏരിയയുടെ പകുതി എടുത്താൽ മതി. ഇനി നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? ഈ ട്രയാങ്കിളുടെ ആ ഒരു ഏരിയയുടെ പകുതി നമുക്ക് കിട്ടും. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? ആ സർക്കിൾ അവിടെ നിന്ന് മൈനസ് ചെയ്യണം. പക്ഷേ സർക്കിൾ മൊത്തം ഇല്ല. നമുക്കിവിടെ കാണാൻ പറ്റും. എന്ത് മാത്രം മൈനസ് ചെയ്താൽ മതി? ഈ സർക്കിളിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ക്വാഡ്രന്റ് എന്ന് പറയും. ആ ക്വാഡ്രന്റ് മൈനസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ആ ഒരു സെക്ടർ, ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒരു സെക്ടർ ആണ്. സെക്ടറിന്റെ ഫോർമുല എന്ന് പറയുന്നത് θ/360 ഇൻറ്റു πr² ആണ് നമ്മുടെ ഒരു സെക്ടറുടെ ഫോർമുല എന്ന് പറയുന്നത്. സെക്ടറുടെ ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? θ എന്ന് പറയുന്നത് 90 ആയിരിക്കും. സോ നമുക്ക് ഇതെല്ലാം കൂടി അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ √3/4 ആൻഡ് ഇവിടുത്തെ എ എന്ന് പറയുന്നത് 6 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു 6² എന്നൊരു ആംഗിൾ ആൻഡ് ഇൻറ്റു 1/2 മൈനസ് θ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ആണ്. സോ 90/360 ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്ക് 22/7 ഇൻറ്റു റേഡിയസ് 1 ആയതുകൊണ്ട് തന്നെ 1² എന്നൊരു ആംഗിൾ എടുക്കാം. സോ ഇനി ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. സോ ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 3 എന്നും ഇവിടെ 3 എന്നും വരും. സോ നമുക്കിവിടെ 3 ഇൻറ്റു 3 9 എന്ന് വരും.
ആൻഡ് ഇവിടെ നമുക്കൊരു 1/2 ഉണ്ട്. 9√3 എന്ന് വരും ഇവിടെ. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെയും നമുക്കൊരു 1/4 വരും. ആൻഡ് ആ 4ഉം 22 കൂടി ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 11 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 1/2 ഉണ്ട്. ഇവിടെയും നമുക്ക് താഴെ എന്തുണ്ട്, ഒരു 1/2 വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ 4ഉം 22ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11ഉം ഇവിടെ 2 വരും. സോ അങ്ങനെയാണെങ്കിൽ ആ 1/2 നമുക്ക് ഇനി പുറത്തെടുക്കാം. ബിക്കോസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാത്തിലും 1/2 പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്തുണ്ട്, നമുക്ക് ഇവിടെ 3 × 3 9 × √3 9√3 വരുന്നുണ്ട്. ദെൻ മൈനസ് നിങ്ങൾക്ക് ഇവിടെ ഇനി ബാക്കിയുള്ളത് എന്താ, ഈ ഒരു 11ഉം താഴെ ഒരു 2ഉം. സോ 11/2. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/2 9√3 മൈനസ് 11/2 യൂണിറ്റ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പം 11/2 അല്ല 11/7 2 ഓൾറെഡി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. 11/7. സോ ഓപ്ഷനിൽ എല്ലാം 11/7 ആണ്. ഇവിടെ വരുമ്പോഴത്തേന് എല്ലാം 9√3 9√3 9√3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് എവിടെ വരുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ 9√3 മൈനസ് 11/7 യൂണിറ്റ്. നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. നമ്മൾ അതിനെ വളരെ ഈസി ആയിട്ടും സിമ്പിൾ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി വരുന്ന സെഷൻസിലും ഈ ഒരു ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മുമ്പുള്ള സെഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ചാനലിൽ ചെന്ന് അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അത് മൊത്തം വാച്ച് ചെയ്യാവുന്നതാണ്. ആ ഒരു സീരീസ് പോലെ തന്നെ ഫുൾ വീഡിയോസ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പ്രാക്ടീസ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നതാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ആൻഡ് ഇനി മുമ്പിലോട്ട് വരുന്ന വീഡിയോസും ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന സെഷൻസിൽ നമുക്ക് റിമൈനിങ് ഇതിന്റെ സീസണിലെ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് വീണ്ടും ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.